നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എന്ന് പറഞ്ഞത് ട്രാവൽ വ്ളോഗ് അല്ല കേട്ടോ, മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾക്ക് ഹെൽപ്പ് ആയിട്ടുള്ള ഒരു വീഡിയോ ആണ്. നിങ്ങൾക്ക് അറിയാം, മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്ന രണ്ട് ക്യാമറാസ് ആണ്. ഒന്ന് GoPro, പിന്നെ അതുപോലെ തന്നെ DG Osmo. വേറെയും ക്യാമറാസ് പലരും യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ ഇതിലൊക്കെ ഈ ക്യാമറ എന്നതിലുപരി നമ്മളത് കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് മോട്ടോ വ്ളോഗിങ്ങിൽ മികച്ച വിഷ്വൽസ് നമുക്ക് കിട്ടില്ല. ചില ആളുകൾ ഇവിടെ ചെറിയ മൗണ്ട് ചെയ്തിട്ട് വണ്ടിയിൽ നിന്ന് വിഷ്വൽസ് എടുക്കാറുണ്ട്. അതേപോലെ തന്നെ നമ്മുടെ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്ത് ഹെൽമെറ്റിൽ താഴ്ഭാഗത്ത് മൗണ്ട് ചെയ്യാറുണ്ട്, ഇവിടെ തന്നെ മൗണ്ട് ചെയ്യാറുണ്ട്, ഇവിടെ മുകൾ ഭാഗത്ത് മൗണ്ട് ചെയ്യും, സൈഡിൽ മൗണ്ട് ചെയ്യും. അങ്ങനെ പല രീതികളിലായിട്ട് ആളുകൾ മൗണ്ട് ചെയ്യാറുണ്ട്. പിന്നെ ഇത് ചെസ്റ്റ് റാപ്പിൻ്റെ ആട്ടോ, ഇപ്പോൾ ഇങ്ങനെ ചെസ്റ്റിൽ മൗണ്ട് ചെയ്തിട്ട് വീഡിയോ എടുക്കുന്ന ഒരു സംഭവമാണ്. അപ്പോൾ നമുക്ക് പല രീതിയിൽ നമുക്ക് മൗണ്ട് ചെയ്യാൻ പറ്റും. പക്ഷേ ഏത് മൗണ്ടിങ്ങിലാണ് നമുക്ക് മികച്ച വിഷ്വൽസ് കിട്ടുന്നതെന്ന് നമ്മൾ നോക്കേണ്ടതിരിക്കുന്നു. പല രീതിയിലായിട്ട് ഞാൻ മൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. ഞാൻ എല്ലാ രീതിയിലും ഞാൻ മൗണ്ട് ചെയ്ത് നോക്കിയിട്ടുണ്ട്. അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് ഏറ്റവും മികച്ച വിഷ്വൽസ് കിട്ടുന്നത് നമ്മൾ ചെസ്റ്റ് മൗണ്ടിങ് ചെയ്യുന്ന സമയത്താണ്. ചെസ്റ്റിലാണ് ഏറ്റവും കൂടുതൽ മികച്ച വിഷ്വൽസ് നമ്മൾ GoPro വെച്ച് മൗണ്ട് ചെയ്യുമ്പോൾ കിട്ടുന്നത്. പക്ഷേ ഇതിന് ഒരുപാട് നെഗറ്റീവ് ഉണ്ട്, പോസിറ്റീവ് ഉണ്ട്. ഞാൻ ജസ്റ്റ് പറഞ്ഞുതരാം. അപ്പോൾ അതിന് മുമ്പായിട്ട് നമ്മളിത് ജസ്റ്റ് ഒന്ന് ഞാനിത് ഇട്ട് കാണിച്ചു തരാം. ഈ ഒരു രൂപത്തിലാട്ടോ നമ്മൾ ചെസ്റ്റ് മൗണ്ടിങ് ചെയ്യുക. എന്നിട്ട് ഇവിടെ ക്യാമറ ജസ്റ്റ് നമ്മൾ ഇവിടെ ഫിക്സ് ചെയ്യും. ഈ ഒരു രൂപത്തിൽ എടുക്കുമ്പോഴാണ് നമുക്കൊരു ബെനിഫിറ്റ് എന്ന് പറഞ്ഞാൽ, ഞാൻ ജസ്റ്റ് വണ്ടിയിൽ ഇരുന്ന് കാണിച്ചു തരാം. അപ്പോൾ നമ്മൾ ഈ ഒരു പൊസിഷനിലായിരിക്കും നമ്മൾ നിൽക്കുക. അപ്പോൾ ഈ ഒരു പൊസിഷനിൽ നിൽക്കുമ്പോൾ അറിയാം, നമ്മുടെ കൈ എപ്പോഴും താഴ്ന്നിട്ടാണ് നിൽക്കുന്നത്, ഹാൻഡിൽ താഴെ നിൽക്കുന്നത്. അപ്പോൾ മാക്സിമം താഴ്ന്നുള്ള ഒരു പൊസിഷനിൽ നിന്നാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. അപ്പോൾ ഇങ്ങനെ ഷൂട്ട് ചെയ്യുമ്പോൾ നമുക്കുള്ളൊരു ബെനിഫിറ്റ്, നമ്മുടെ ഈ കൈയിൻ്റെ ഈ ഒരു ഭാഗം ഉണ്ടല്ലോ, ഇവിടെ നിന്ന് മുതലുള്ള വിഷ്വൽസ് നമുക്ക് കിട്ടും. പിന്നെ അതുപോലെ തന്നെ താഴ്ന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഫ്രണ്ട് മുഴുവനായിട്ട് കിട്ടും. അതായത് റോഡുള്ള ഭാഗങ്ങൾ മാക്സിമം ഒഴിവാക്കിയിട്ട് നേരെയുള്ള വിഷ്വൽസ് ഉണ്ടല്ലോ, അങ്ങനെ ഫ്രണ്ടിലുള്ള വിഷ്വൽസ് നമുക്ക് കൂടുതലായിട്ട് കിട്ടും. അപ്പോൾ അതാണ് ഇങ്ങനെ മൗണ്ട് ചെയ്യുമ്പോൾ നമുക്കൊരു ബെനിഫിറ്റ്. പക്ഷേ ഇതിനൊരു നെഗറ്റീവ് എന്താണെന്ന് പറഞ്ഞാൽ, നമ്മളിപ്പോൾ ഏകദേശം ഹെൽമെറ്റിലാണ് മൗണ്ട് ചെയ്യുന്നതെന്ന് വെക്കുക. ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഒരു ഭാഗത്ത് മികച്ചൊരു വിഷ്വൽ കാണുമ്പോൾ നമ്മളിങ്ങനെ നമ്മുടെ ഹെഡ് തിരിക്കുന്നതിനനുസരിച്ച് നമുക്ക് ഈ ഒരു വിഷ്വൽ നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. പക്ഷേ നമുക്ക് ഒരിക്കലും മോട്ടോ വ്ളോഗിങ് ഇവിടെ വെക്കുന്ന സമയത്ത് നമുക്ക് ഈ ഒരു പൊസിഷനിങ് നമുക്ക് കിട്ടുന്നില്ല. നമുക്ക് ഒരിക്കലും നമ്മുടെ ബോഡി നമ്മൾ തിരിയുന്നില്ലല്ലോ നമ്മൾ നോക്കുന്ന സമയത്ത്. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ആരെങ്കിലൊക്കെ കാണുമ്പോൾ വഴിയൊക്കെ ചോദിക്കും, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ റെക്കോർഡ് ചെയ്യാൻ താല്പര്യപ്പെടുന്ന ആളുകളാണ്. അപ്പോൾ അതൊന്നും ഈ ഒരു സമയത്ത് നമുക്ക് റെക്കോർഡ് ചെയ്യാൻ കഴിയില്ല. ഇത് നേരെയുള്ള പൊസിഷനിലുള്ള റെക്കോർഡിങ് മാത്രം ഇവിടെ വെക്കുമ്പോൾ നമുക്ക് കിട്ടുള്ളൂ. പക്ഷേ ഏറ്റവും മികച്ച വിഷ്വൽസ് കിട്ടുന്നത് എപ്പോഴും ഈ ഒരു പൊസിഷനിൽ വെക്കുമ്പോൾ തന്നെയാണ്. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മറ്റൊരു നെഗറ്റീവ് എന്ന് പറയുന്നത്, ഇപ്പോൾ ഇവിടെ ഞാനിത് മൗണ്ട് ചെയ്ത് നോക്കുക, ഇതിൻ്റെ ഉള്ളിൽ GoPro നമ്മൾ ഫിക്സ് ചെയ്തു ഈ ഒരു കേസിൻ്റെ ഉള്ളിൽ. പക്ഷേ നമുക്കിത് റെക്കോർഡ് ഏത് പൊസിഷനിലാണ് ചെയ്യുന്നത്, മികച്ച വിഷ്വലായിരിക്കും കിട്ടുക, പക്ഷേ പൊസിഷൻ ഏതാ നമുക്ക് കാണാൻ കഴിയില്ല. കാരണം ഇത് നേരെ ബോഡിയോട് തൊട്ടിരുന്ന് നിൽക്കുന്നതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പൊസിഷൻ കാണാൻ കഴിയില്ല. റെക്കോർഡ് ചെയ്തതിന് ശേഷം മാത്രമേ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ റാപ്പ് ചെയ്തിട്ട് നമുക്കിത് ചെക്ക് ചെയ്യാൻ പറ്റുള്ളൂ, ഇതിൽ ഏത് പൊസിഷനിലാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുള്ളത്. ഇതൊരു നെഗറ്റീവ് തന്നെയാണ്. മറ്റുള്ള ഇവിടെയൊക്കെ നമ്മൾ മൗണ്ട് ചെയ്യുമ്പോൾ ഞാനത് നേരിട്ട് കാണാനുള്ള ഓപ്ഷൻസ് കാണിച്ചു തരാം. അപ്പോൾ ഇത് അങ്ങനെ നമുക്ക് ചെയ്യാൻ പറ്റില്ല. ഇത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പൈവോട്ട് ആംസ് ഒക്കെ യൂസ് ചെയ്തിട്ട് ഇവിടുന്ന് ജസ്റ്റ് എക്സ്ട്രാ പൈവോട്ട് ആംസ് യൂസ് ചെയ്തിട്ട് ഇത് ഇവിടെ ഈ ഒരു പൊസിഷനിലായിട്ടൊക്കെ വെക്കണം. അങ്ങനെ ആകുമ്പോൾ നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ അപ്പോൾ നമുക്ക് ഇവിടുത്തുള്ളൊരു മികച്ചൊരു വിഷ്വൽ കിട്ടുകയില്ല. അപ്പോൾ ഈ ഒരു പൊസിഷനിലാണ് നമുക്ക് മികച്ച വിഷ്വൽ കിട്ടുന്നത്, പക്ഷേ നമുക്ക് കാണാൻ ബുദ്ധിമുട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമ്മൾ പെട്ടെന്ന് വണ്ടി നിർത്തിയിട്ട് നമുക്കിങ്ങനെ വ്ളോഗിങ് ചെയ്യണമെന്നുണ്ടെങ്കിലും പിന്നെ ഇതിമൊന്ന് എടുത്തിട്ട് നമ്മൾ വേറൊരു സ്റ്റിക്കിൽ ഫിറ്റ് ചെയ്യൊക്കെ വേണം. മറ്റേത് അതിൻ്റെ ആവശ്യമില്ല, നമുക്ക് ഹെൽമെറ്റ് യൂസ് ചെയ്തിട്ട് തന്നെ ഇപ്പോൾ ഇങ്ങനെ വീഡിയോസൊക്കെ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പോൾ ഇങ്ങനെയൊക്കെ ഒരുപാട് നെഗറ്റീവ് ഈ ഒരു സംഭവത്തിനുണ്ട്. അതുകൊണ്ട് തന്നെ ഞാനിതല്ല യൂസ് ചെയ്യുന്നത് കേട്ടോ. മികച്ച വിഷ്വൽ ഇതാണ് കിട്ടുന്നത്, പക്ഷേ ഞാനിതല്ല യൂസ് ചെയ്യുന്നത്. ഇനി നമുക്ക് ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യുന്ന സമയത്ത് എങ്ങനെയാണ് മികച്ച വിഷ്വൽസ് കിട്ടുന്നത് നോക്കാം. ഇതിപ്പോൾ എൻ്റെ ഹെൽമെറ്റാണ്, നിങ്ങൾക്ക് കാണാം. ഇതിൽ ഞാൻ 2 സ്ഥലങ്ങളിലാണ് ഞാനിത്, ഇപ്പോൾ GoProൻ്റെ കേസാണ് ഇത് രണ്ടും നിങ്ങൾ കാണുന്നത്. ഒന്ന് താഴ്ഭാഗത്തും ഞാൻ ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്, ഒന്ന് മുകളിലും ഫിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് തന്നെ കുറച്ചും കൂടി അടിയിലോട്ട് പൈവോട്ട് ആംസ്, ഇത് എക്സ്റ്റെൻസീവ് പൈവോട്ട് ആംസ് എന്ന് അതിന് പറയാം. ഈ ഒരു പൈവോട്ട് ആംസ് വെച്ചിട്ട് കുറച്ചും കൂടി താഴോട്ടാക്കിയിട്ടാണ് ഞാനിത് ഫിറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ ഞാൻ ആദ്യം പറയുന്നത് മേൽഭാഗത്തുള്ള പൊസിഷനിലാണ്. മേൽഭാഗത്ത് പൊസിഷനിൽ നിങ്ങൾ എന്തിന് യൂസ് ചെയ്യണം എന്നുള്ളത്. ഈ ഒരു പൊസിഷനിൽ വെച്ചാലുള്ള മെയിൻ ആയിട്ടുള്ളൊരു നെഗറ്റീവ് എന്താണെന്ന് വെച്ചാൽ, ഒരിക്കലും നിങ്ങൾക്ക് വണ്ടിയുടെ ആംഗിൾ കിട്ടില്ല. ഇത് നേരെ ഭാഗത്തുള്ള കാര്യങ്ങൾ മാത്രമേ കിട്ടുള്ളൂ, വണ്ടി അതിൽ ഉൾപ്പെടില്ല. നമ്മൾ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് എപ്പോഴും വണ്ടിയുടെ മീറ്റർ ബോർഡും മറ്റു കാര്യങ്ങളും കിട്ടിയാൽ മാത്രമേ അത് മികച്ചൊരു വിഷ്വലായി മാറുള്ളൂ. വണ്ടി ഇല്ലാതെ നേരെയുള്ള വിഷ്വൽ എടുക്കുമ്പോൾ അതൊരു മികച്ചൊരു വിഷ്വലാവുമെന്ന് എനിക്ക് തോന്നുന്നില്ല. പക്ഷേ നിങ്ങൾക്ക് ഷോർട്ടായിട്ടുള്ള ചില വീഡിയോസൊക്കെ ഉണ്ടല്ലോ, അങ്ങനത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് ചില ഷോർട്ട് ക്ലിപ്പുകൾ മാത്രം യൂസ് ചെയ്യേണ്ടി മാത്രം ഈ ഒരു സംഭവം യൂസ് ചെയ്യുക. പിന്നെ ചില ആളുകളുണ്ട് ഈ ഒരു സംഭവം തന്നെ ഈ ഒരു വണ്ടിയുടെ ആംഗിളിലൂടെ കിട്ടാൻ വേണ്ടിയിട്ട് ഇത് മാക്സിമം താഴ്ത്തിയിട്ട് ഇത് അടിയിലോട്ട് ഇങ്ങനെ താഴ്ത്തി വെക്കും. ഇങ്ങനെ വെക്കുന്ന സമയത്ത് നിങ്ങൾക്ക് വണ്ടിയുടെ ആംഗിൾ കിട്ടും. പക്ഷേ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ കൂടുതൽ റോഡായിരിക്കും കിട്ടുക, പിന്നെ അത് കഴിഞ്ഞിട്ട് നേരെയുള്ള വിഷ്വൽ കിട്ടില്ല. കണ്ടോ, ഇപ്പോൾ ഇത് ഞാനിത് ഹെൽമെറ്റ് ധരിച്ചു നോക്കുക, ഇതെപ്പോഴും കണ്ടോ താഴോട്ടുള്ള വിഷ്വലാണ് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾക്ക് റോഡാണ് കൂടുതൽ കിട്ടുക, ഒരിക്കലും നേരെയുള്ള വിഷ്വൽ കിട്ടില്ല. അപ്പോൾ അതൊരു നെഗറ്റീവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞില്ല, ഷോർട്ട് ക്ലിപ്പുകളൊക്കെ യൂസ് ചെയ്യാൻ വേണ്ടി നിങ്ങൾക്ക് ഇത് യൂസ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഇതിൻ്റെ മൗണ്ട് നിങ്ങൾ ഫിക്സ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇതിപ്പോൾ ഒരു മൗണ്ടാണ് ഇത് വെക്കുന്നത്. ഇതിവിടെ ഫിക്സ് ചെയ്യുന്ന സമയത്ത് ഇതിൽ തന്നെ ഫ്ലാറ്റ് മൗണ്ടുകളുണ്ട്, കേർവ്ഡ് ആയിട്ടുള്ള മൗണ്ടുകളുണ്ട്. ഇതിപ്പോൾ ഫ്ലാറ്റ് മൗണ്ടാണ്.
ഈ ഫ്ലാറ്റ് മൗണ്ട് ഒരിക്കലും നിങ്ങൾ യൂസ് ചെയ്യരുത്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ സൈഡ് ഭാഗത്തൊക്കെ ഗ്യാപ്പ് വരും, കറക്റ്റായിട്ട് ഇത് നിൽക്കില്ല. അങ്ങനെ നിന്നിട്ടില്ല എന്നുണ്ടെങ്കിൽ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ നിങ്ങളുടെ GoPro താഴെ വീഴാനും ഇത് പോരാനൊക്കെ സാധ്യതയുണ്ട് മൗണ്ട്. അപ്പോൾ എപ്പോഴും കർവ്ഡ് ആയിട്ടുള്ള മൗണ്ടുകൾ ഉണ്ടാവും. നിങ്ങൾ ഓൺലൈനായി വാങ്ങുമ്പോൾ കർവ്ഡ് ആയിട്ടുള്ള മൗണ്ടുകൾ വാങ്ങാം. കാരണം നിങ്ങൾക്ക് തന്നെ ശ്രദ്ധിക്കാമല്ലോ, നമ്മുടെ ഹെൽമെറ്റ് ഈ ഒരു കർവ് ഷേപ്പിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ എപ്പോഴും കർവ്ഡ് ആയിട്ടുള്ള മൗണ്ടുകൾ വാങ്ങണം. അത് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഇവിടെയാണെന്നുണ്ടെങ്കിലും അത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കാം. ഇനി നെക്സ്റ്റ് പറയാനുള്ളത് നിങ്ങൾക്ക് താഴ്ഭാഗത്തായിട്ട് ഇപ്പോൾ അതുപോലെ തന്നെ ഈ സൈഡ് ഭാഗത്തൊക്കെ നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റും. സൈഡ് ഭാഗത്ത് ഫിക്സ് ചെയ്യുമ്പോഴൊക്കെ ഞാൻ പറഞ്ഞല്ലോ ഷോർട്ടായിട്ടുള്ള ചില വീഡിയോസ് എടുക്കാൻ മാത്രമേ പറ്റുള്ളൂ. നമുക്ക് മൊത്തത്തിലൊരു മോട്ടോ വ്ളോഗിങ് എടുക്കുമ്പോൾ നമുക്ക് ഒരിക്കലും സൈഡ് പൊസിഷൻ പറ്റില്ല. കാരണം അത് ഒരു സൈഡിൽ മാത്രമായിട്ടുള്ള വിഷ്വലാണല്ലോ. അതൊക്കെ നിങ്ങൾക്ക് യൂസ് ചെയ്യാം. അതൊക്കെ ഇതേപോലെ ഇപ്പോൾ ഞാൻ മേൽഭാഗം ഞാൻ യൂസ് ചെയ്യാറുണ്ട്, വളരെ ചുരുക്കം ചില സമയങ്ങളിൽ മാത്രം. ഇനി ഇവിടെ നമ്മുടെ ഫ്രണ്ടിൽ തന്നെ പല രീതിയിൽ ആളുകൾ ഫിക്സ് ചെയ്യാറുണ്ട്. ഇപ്പോൾ ഇത് ജസ്റ്റ് നോക്കട്ടോ, ഫ്രണ്ടിൽ എനിക്ക് വേണമെങ്കിൽ നേരെ ഇവിടെ ഫിക്സ് ചെയ്യാം. ഈ ഒരു പൈവോട്ട് ആംസ് യൂസ് ചെയ്യാതെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ ഫിക്സ് ചെയ്യാം. പിന്നെ അല്ല, ഇപ്പോൾ ഞാനിവിടെ 2-3 പൈവോട്ട് എക്സ്റ്റൻസീവ് പൈവോട്ട് ആംസ് വെച്ചിട്ട് അടിയിലോട്ട് ഫിക്സ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും തമ്മിലുള്ള ഒരു മാറ്റം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനെ ഫിക്സ് ചെയ്യുമ്പോൾ ഉള്ളതിനേക്കാളും കുറച്ചുകൂടി താഴ്ന്ന വിഷ്വലാണല്ലോ നിങ്ങൾക്ക് ഇവിടെ കിട്ടുന്നത്. ഇത് കുറച്ച് മേൽഭാഗത്താണ്, നിങ്ങൾക്ക് ഈ ഒരു ഗ്യാപ്പ് കണ്ടാലും അറിയാം. അപ്പോൾ എത്രത്തോളം താഴുന്നോ അത്രത്തോളം മികച്ച വിഷ്വൽ നമുക്ക് കിട്ടും. ഞാൻ പറഞ്ഞല്ലോ ചെസ് മൗണ്ടിങ് ആണ് മികച്ച വിഷ്വൽ കിട്ടുന്നത്. അപ്പോൾ ഏറ്റവും താഴ്ചയിലാക്കാൻ വേണ്ടി ഇതുപോലെ എക്സ്റ്റൻസീവ് സാധനങ്ങൾ നിങ്ങൾ യൂസ് ചെയ്യുകയാണെങ്കിൽ നിങ്ങൾക്ക് ബെനിഫിറ്റ് ഉണ്ട്. ഇവിടെയും ഫിക്സ് ചെയ്യട്ടോ. ഇവിടെ ഫിക്സ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് വേറെയും പ്രശ്നങ്ങളുണ്ട്, ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഈ ഒരു ഫിക്സിങ്ങിൻ്റെ മെയിനായിട്ടുള്ളൊരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ ഹെൽമെറ്റ് ജസ്റ്റ് ധരിച്ചിട്ട് കാണിച്ചു തരാം, അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുള്ളൂ. ഞാനിപ്പോൾ എൻ്റെ ഈ ഹെൽമെറ്റ് ഞാനിപ്പോൾ ധരിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ ഞാനിപ്പോൾ ഇത് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്ന് വെക്കുക, നല്ലൊരു കറക്റ്റ് പൊസിഷനിൽ വെച്ചിട്ട് റെക്കോർഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിനിടയിൽ ഇപ്പോൾ ഈ റെക്കോർഡ് ചെയ്യുന്ന പൊസിഷൻ എനിക്ക് കാണണം, അത് ക്ലിയർ ആണെന്ന് നോക്കുകയാണെങ്കിൽ ഇതിപ്പോൾ ഈ എക്സ്റ്റൻസീവ് പൈവോട്ട് ആംസ് യൂസ് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഞാൻ ഈ വിൻഷീൽഡ് ജസ്റ്റ് താത്തുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു പൊസിഷൻ ഏകദേശം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. അപ്പോൾ നമ്മൾ എടുക്കുന്നത് കറക്റ്റ് പൊസിഷനിലാണോ നമുക്ക് ഇവിടെ നിന്നുകൊണ്ട് തന്നെ ചെക്ക് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ നമുക്ക് വീഡിയോ പെട്ടെന്ന് കാണാൻ തോന്നി, ഹെൽമെറ്റ് ഊരി നമുക്ക് എപ്പോഴും ഹെൽമെറ്റ് ഊരിൽ ബുദ്ധിമുട്ടാണ്. അപ്പോൾ നമുക്കിത് ജസ്റ്റ് ഇങ്ങനെ വെച്ചിട്ട് നമുക്ക് ആ വീഡിയോ നമുക്ക് ചെക്ക് ചെയ്യാം, ഈ വീഡിയോ ക്ലിയർ ആണോ എന്നുള്ള കാര്യം നമുക്ക് ചെക്ക് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു എക്സ്റ്റൻസീവ് പൈവോട്ട് ആംസ് യൂസ് ചെയ്തുകൊണ്ടാണ്. ഇതിനാണ് ഞാൻ പറയുന്നത് കേട്ടോ, പൈവോട്ട് ആംസ് എന്ന്. അപ്പോൾ ഇതില്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ ഇങ്ങനെ നേരെ ഇവിടെ തട്ടിയായിരിക്കും നിൽക്കുക. അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ കാണാനൊന്നും പറ്റില്ല. പിന്നെ അതുപോലെ തന്നെ ഞാനിതാ ഹെൽമെറ്റ് ഊരിയതിന് ശേഷം നമുക്ക് പെട്ടെന്ന് ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യാൻ തോന്നി, അതായത് നമ്മളൊരു വണ്ടി പൊസിഷനിൽ നിർത്തിയതിന് ശേഷം. അപ്പോൾ നമുക്ക് ഇത് ശരിക്കും ഇങ്ങനെ ഒരു ഹെൽമെറ്റ് വെച്ചിട്ട് തന്നെ ഇങ്ങനെ ഷൂട്ട് ചെയ്യാൻ പറ്റും, വളരെ സിമ്പിളായിട്ട്. കാരണം ഈ ഒരു ആംസ് ഉള്ളതുകൊണ്ട് തന്നെ വളരെ ക്ലിയർ ആയിട്ട് സ്റ്റെബിലൈസറായിട്ട് നമുക്ക് ഷൂട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊക്കെ ഈ ഒരു എക്സ്റ്റൻസീവ് ആംസ് യൂസ് ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റാണ്. അപ്പോൾ ഞാൻ പറയാം, മികച്ച വിഷ്വൽ കിട്ടുന്നത് നമുക്ക് ഇവിടെയാണെന്നുണ്ടെങ്കിലും ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്യുന്നത് ഈ ഒരു പൊസിഷൻ ആട്ടോ. പൈവോട്ട് ആംസ് യൂസ് ചെയ്തിട്ട് മാക്സിമം താഴ്ത്തിയിട്ടുള്ള ഈ ഒരു പൊസിഷനാണ് ഞാൻ എപ്പോഴും കീപ്പ് ചെയ്യാറുള്ളത്. നിങ്ങൾക്ക് നിങ്ങളുടെ ഇത് ഏതാണോ സിമ്പിൾ തോന്നുന്നത് അതിനനുസരിച്ച് നിങ്ങൾക്ക് ഷൂട്ട് ചെയ്യാം. നിങ്ങൾക്ക് സൈഡിലുള്ള പൊസിഷൻ വേണ്ട, വെറും മികച്ച വിഷ്വൽസ് ഇല്ല, ഇപ്പോൾ ഇൻസ്റ്റാഗ്രാമിനും മറ്റൊക്കെ വേണ്ടിയിട്ടാണെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വിഷ്വൽ മാത്രം മതി. അപ്പോൾ ആ രൂപത്തിലൊക്കെ നിങ്ങൾക്ക് എടുക്കാൻ പറ്റും. യൂട്യൂബിനൊക്കെ വേണ്ടിയിട്ടാണെന്നുണ്ടെങ്കിൽ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ആളുകൾ ഞാൻ പറയുന്ന ഈ ഒരു പൊസിഷൻ ആയിരിക്കും നിങ്ങൾക്ക് നല്ലത്. പിന്നെ അതുപോലെ തന്നെ മൈക്ക് യൂസ് ചെയ്യുന്ന ആളുകളുണ്ട്. GoPro നിങ്ങൾക്ക് അറിയായിരിക്കും, GoPro Hero 7 ആണ് ഞാൻ യൂസ് ചെയ്യുന്നത്. 7 നമുക്ക് പ്രത്യേകമായിട്ട് മൈക്ക് ഉണ്ടെങ്കിൽ മോട്ടോ വ്ളോഗിങ് ക്ലിയർ ആവുള്ളൂ. ഓൺ ടൈം റെക്കോർഡിങ് ചെയ്യുന്ന ആളുകൾക്ക്, ഓൺ ടൈം റെക്കോർഡിങ് ചെയ്യാത്ത ആളുകൾക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല. അപ്പോൾ ആ സമയത്ത് നിങ്ങൾ ഇപ്പോൾ ഈ ഒരു സംഭവത്തിലുള്ള ഇതിൻ്റെ കേസുകളാണ് വാങ്ങേണ്ടത്. ഇത് ഉലാൻസി എന്നൊരു കമ്പനീൻ്റെ കേസാണ്. ഈ ഒരു കേസ് വാങ്ങിയാലുള്ള ബെനിഫിറ്റ് എന്താണെന്ന് വെച്ചാൽ GoProയിൽ നിങ്ങൾക്ക് മൈക്ക് വെക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുപോലുള്ള ഒരു അഡാപ്റ്റർ നിർബന്ധമാണ്. അപ്പോൾ ഈ അഡാപ്റ്ററും കൂടി വെക്കാൻ പറ്റിയൊരു കേസ് ആയിരിക്കണം. ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം. ഇപ്പോൾ ഇതിൻ്റെ താഴ്ഭാഗത്ത് നിങ്ങൾക്ക് ഈ അഡാപ്റ്റർ വെക്കാനുള്ള ഒരു പൊസിഷൻ ഉണ്ട്. ഈ ഒരു അഡാപ്റ്റർ നിങ്ങൾക്ക് ഇങ്ങനെ ഇവിടെ ഫിക്സ് ചെയ്ത് വെക്കാം. ഇത് അഡാപ്റ്റർ ഇങ്ങനെ GoProയിൽ ഇങ്ങനെ കണക്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഈ ഒരു അഡാപ്റ്റർ ഫിക്സ് ചെയ്യാം. ഇവിടുന്ന് നിങ്ങൾക്ക് മൈക്ക്, ഇതിപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഓൺ ടൈം റെക്കോർഡിങ്ങിന് ഞാൻ യൂസ് ചെയ്യുന്ന മൈക്കാണ്. ഇത് മൈക്ക് എന്ന് പറഞ്ഞാൽ ബോയൻ്റെ ഒരു മൈക്കാണ്, ബോയ M1 ആണെന്ന് തോന്നുന്നു. ഒരു 700 രൂപയൊക്കെ വരുന്ന ഒരു മൈക്കാണ്. അപ്പോൾ ഈ ഒരു മൈക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ മൈക്ക് നമുക്ക് ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ തന്നെ ഫിക്സ് ചെയ്യാൻ പറ്റും. നല്ല മൈക്കാട്ടോ, കുഴപ്പമൊന്നുമില്ല, അത്യാവശ്യം നല്ല രീതിയിൽ റെക്കോർഡ് ചെയ്യാൻ പറ്റുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഈ മൈക്ക് വാങ്ങുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് ഇത് 20 മീറ്റർ കേബിളാണ്. ഇതേ മൈക്ക് 20 മീറ്ററുണ്ട്, 13 മീറ്ററുണ്ട്. അപ്പോൾ നിങ്ങൾ ഏറ്റവും നല്ലത് മോട്ടോ വ്ളോഗിങ് മാത്രമാണ് നിങ്ങളുടെ ഉദ്ദേശം എന്നുണ്ടെങ്കിൽ 13 മീറ്ററിൻ്റെ വാങ്ങാം. ഞാൻ മോട്ടോ വ്ളോഗിങ്ങിനല്ല ഈ മൈക്ക് വാങ്ങിയത്. അപ്പോൾ ഇത് 20 മീറ്ററാണ്, 13 മീറ്ററിൻ്റെ നോക്കി വാങ്ങട്ടോ. വില മീറ്റർ കുറവുള്ളതാണ്. കാരണം ഇതൊക്കെ നമ്മൾ ഹെൽമെറ്റിൻ്റെ ഉള്ളിൽ ഫിക്സ് ചെയ്യണം. ഹെൽമെറ്റിൻ്റെ ഈ കുഷൻ പാടുകൾക്ക് ഉള്ളിലാണ് ഇതൊക്കെ ഫിക്സ് ചെയ്യുക. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ എൻ്റെ ഒരു അഭിപ്രായത്തിൽ നിങ്ങൾ ഈ ഒരു രീതിയിലുള്ള മോട്ടോ വ്ളോഗിങ് ആയിരിക്കും ഏറ്റവും നല്ലത്. പിന്നെ അതുപോലെ തന്നെ ഈ ഉലാൻസിൻ്റെ കേസ്, പിന്നെ അതുപോലെ തന്നെ ഈ ഒരു അഡാപ്റ്റർ, മൈക്ക് എല്ലാം എക്സ്പെൻസീവാണ്. അഡാപ്റ്റർ മാത്രം 3500 രൂപ വരുന്നുണ്ട്. ഈ ഒരു കേസിന് 1000 രൂപ വരുന്നുണ്ട്. ഇതിന് 700 രൂപ വരുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ ഓൺ ടൈം റെക്കോർഡിങ് ചെയ്യുന്നുണ്ടെങ്കിൽ മാത്രമേ ഈ മൈക്കിൻ്റെയും ഈ ഒരു കേസിൻ്റെയും ഈ ഒരു അഡാപ്റ്ററിൻ്റെ ഒക്കെ ആവശ്യം വരുന്നുള്ളൂ. ഓൺ ടൈം റെക്കോർഡിംഗ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സാധാ കേസും മറ്റൊക്കെ യൂസ് ചെയ്യുക. അപ്പോൾ അത് ഉണ്ടോയെന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം അഡാപ്റ്റർ വാങ്ങട്ടോ. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരു യൂസും ഉണ്ടാവില്ല. കാരണം ഞാൻ ഈ അഡാപ്റ്റർ വാങ്ങിയതിന് ശേഷം ഞാൻ
ഞാനിപ്പോൾ ഓൺ ടൈം റെക്കോർഡിങ് ഞാൻ ചെയ്യാറില്ല, വോയിസ് പിന്നീട് കൊടുക്കുകയാണ് ചെയ്യാറുള്ളത്. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ട്. പിന്നെ അതുപോലെ തന്നെ നിർത്തിയിട്ട് ചില വോയിസുകൾ നമ്മൾ ചെറിയ സ്പീഡില്ലാതെ പോകുന്ന സമയത്തൊന്നും നമുക്ക് മൈക്കിൻ്റെ ആവശ്യമില്ല. ഗോപ്രോയിൽ തന്നെ അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിൽ ക്ലിയർ കിട്ടുന്നുണ്ട്. കാരണം നമ്മുടെ ഗോപ്രോ ഇവിടെ വരുന്നതുകൊണ്ട്, ഇവിടെ അല്ലല്ലോ, നമ്മുടെ ഗോപ്രോ ഇവിടെ വരുന്നതുകൊണ്ട് തന്നെ നമ്മളിവിടെ സംസാരിക്കുന്നത് കറക്റ്റായിട്ട് കിട്ടുന്നുണ്ട്. നമ്മൾ മെല്ലെ പോകുന്ന സമയത്ത് ഈ ഒരു സൗണ്ടൊക്കെ നമുക്ക് കറക്റ്റായിട്ട് റെക്കോർഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതിനൊന്നും പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ അതുപോലെ തന്നെ നിങ്ങൾ ഇവിടെ ചിൻ മൗണ്ടിങ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് വേറൊരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ ഇവിടെ നിങ്ങൾ മൗണ്ട് ചെയ്യുന്ന സമയത്ത് കേർവ്ഡ് മൗണ്ട് ആണെന്നുണ്ടെങ്കിലും കറക്റ്റായിട്ട് ഫിക്സ് ആകുന്നുണ്ട്. ഇത് ഇവിടെ നിന്ന് വീണ് പോകുന്നില്ല. നമ്മളിവിടെ എത്ര വലിച്ചാലും ഇത് വീഴാനും പോരാനൊന്നും പോകുന്നില്ല. കാരണം അത് കറക്റ്റായിട്ട് ഇവിടെ ഫിക്സ് ചെയ്ത് നിൽക്കുന്നുണ്ട്. പക്ഷേ ഇവിടുത്തെ ഒരു പ്രശ്നം എന്താണെന്ന് വെച്ചാൽ, ഇവിടെ ഈ ഒരു ചിൻ മൗണ്ടിങ്ങിന് സമയത്ത് നമുക്കൊരു കൂർത്തൊരു ആകൃതിയിലാണ് വരുന്നത് നമ്മുടെ ഹെൽമെറ്റ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടെ കറക്റ്റായിട്ട് നമുക്ക് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. ഈ ഒരു മൗണ്ടിങ് നമുക്ക് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതിന് നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾ ആദ്യം ഈ ഒരു മൗണ്ട് ചെയ്യുന്ന സംഭവം ഇവിടെ കറക്റ്റായിട്ട് നിങ്ങൾ ഒട്ടിച്ച് വെക്കുക. അതിൻ്റെ ഒരു പശ ഉപയോഗിച്ചാണ്ട് ഒട്ടിച്ച് വെക്കുക. എന്തായാലും അതിൻ്റെ ഇടയിൽ നിങ്ങൾക്ക് ഗ്യാപ്പുകൾ വരും. ഈ ഗ്യാപ്പിൽ നിങ്ങൾ വണ്ടിയുടെ ഒക്കെ ടാങ്ക് ഒട്ടിക്കുന്ന സാധനം ഉണ്ടല്ലോ, MC ഉണ്ടല്ലോ, ഈ MC വെച്ചിട്ട് ഫില്ല് ചെയ്യുക. അപ്പോൾ എൻ്റെ ഹെൽമെറ്റ് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം, ഇവിടെ മുഴുവനായിട്ട് ഈ 4 ഭാഗത്ത് ഞാൻ MC വെച്ച് ഫില്ല് ചെയ്താണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമുക്കിത് ഒരു ഫുൾ ധൈര്യമാണ്, ഒരിക്കലും ഇത് പോരാൻ പോകുന്നില്ല. നമുക്ക് ഫുൾ ധൈര്യത്തിൽ കളിക്കാം. കാരണം നമ്മുടെ GoPro ആണ് ഇതിൽ കിടക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മളിത് കുറച്ച് പ്രൊട്ടക്റ്റീവായിട്ട് തന്നെ വെക്കണം. അപ്പോൾ കറക്റ്റായിട്ട് MC വെച്ച് നിങ്ങൾ ഫില്ല് ചെയ്യുക. പിന്നെ അതുപോലെ തന്നെ ഇവിടെ നിങ്ങളൊരു ക്ലിപ്പ് കണ്ടോ, ഈ ക്ലിപ്പ് എന്താണെന്ന് വെച്ചാൽ, നിങ്ങൾക്ക് അഥവാ ഇത് വീണ് പോകുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് ഒരു ചെറിയൊരു കയർ വെച്ചിട്ട് ഇതിമ സെറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. പക്ഷേ ഇതിൻ്റെ ഒന്നും ആവശ്യം നമുക്കില്ല MC വെച്ച് ഫില്ല് ചെയ്യുകയാണെങ്കിൽ. ഞാൻ MC യൂസ് ചെയ്യുന്നതിന് മുമ്പ് ജസ്റ്റ് ഒട്ടിച്ച് വെച്ചൊരു സംഭവമാണ്. പിന്നെ ഞാനത് പറിച്ചെടുത്തിട്ടില്ല എന്നുള്ളൂ. അപ്പോൾ ഏറ്റവും നല്ലത് നിങ്ങൾ MC വെച്ച് ഫില്ല് ചെയ്യും കേട്ടോ. ഈ ഒരു വീഡിയോ കാണുന്ന 90% ആളുകളും ഒന്നും മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന ആളുകളായിരിക്കും. യൂട്യൂബിലോ മറ്റോ അല്ലെങ്കിൽ ഇൻസ്റ്റാഗ്രാമിലോ മറ്റൊക്കെ ആയിട്ട് മോട്ടോ വ്ളോഗിൻ്റെ വീഡിയോസ് ചെയ്യുന്ന ആളുകളായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യട്ടോ. കാരണം ഞാൻ യൂട്യൂബ് ചാനൽ തുടങ്ങിയ സമയത്ത് ഞാൻ ഒരുപാട് ഇപ്പോൾ ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാൻ വേണ്ടി പല യൂട്യൂബ് ചാനലിൽ ഞാൻ നോക്കി. അതിലൊന്നും കറക്റ്റായിട്ടുള്ളൊരു വിഷ്വൽസ് എങ്ങനെയാണ് ഇത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യേണ്ടതെന്ന് പറയുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ പലപ്പോഴും ഞാൻ എടുത്ത വിഷ്വൽസൊക്കെ മോശമായിട്ട് പോയിരുന്നു. പിന്നെ ഞാൻ തന്നെ പല രീതിയിലായിട്ട് ഫിക്സ് ചെയ്ത് നോക്കിയിട്ട് എനിക്ക് പിന്നീട് ഏറ്റവും ബെനിഫിറ്റായിട്ട് തോന്നിയിട്ടുള്ള ഒരു മെത്തേഡാണ് ഞാനിപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തന്നിട്ടുള്ളത്. അപ്പോൾ ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പിന്നെ അതുപോലെ GoPro ഫിക്സിങ്ങും GoProയുടെ സെറ്റിംഗ്സൊക്കെയുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റായിട്ട് അറിയിക്കുക. പിന്നെ പറയാൻ വിട്ടുപോയിട്ടുള്ള ഒരു കാര്യമുണ്ട്, GoProയിൽ എപ്പോഴും നിങ്ങൾ മോട്ടോ വ്ളോഗിങ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ വ്യൂ ആയിട്ട് കൊടുക്കേണ്ടത്, വൈഡല്ല. വൈഡിനേക്കാളും സൂപ്പർ വ്യൂ കൊടുക്കുമ്പോഴാണ് നിങ്ങൾക്ക് കുറച്ചും കൂടി മികച്ച വിഷ്വൽസ് കിട്ടുന്നത്. അപ്പോൾ ഈ ഒരു വീഡിയോ ഇവിടെ എൻഡ് ചെയ്യുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു. അപ്പോൾ അടുത്ത നല്ലൊരു വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം.